സ്വിഫ്റ്റ് ഡിസയറിന്റെ കാർബൺ ക്ലീനിങ് വർക്ക് കണ്ടോ. ഇത് ഇൻലെറ്റ് മാനിഫോളിലോട്ട് പോകുന്ന ഒരു പൈപ്പ് കണ്ടോ. ഫുള്ള് കാർബൺ കയറി അടഞ്ഞ് പന്തളങ്ങിയിരിക്കുന്നത് കണ്ടോ. ഇത് ഫുള്ള് കാർബൺ കണ്ടോ, കാണുന്നുണ്ടോ, കണ്ടോ, ഫുള്ള് കാർബൺ കയറി അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇനി ഇത് മാനിഫോൾഡ് അഴിച്ച് ക്ലീൻ ചെയ്യണം. മാനിഫോൾഡ് അഴിക്കുമ്പോൾ കിട്ടുന്ന വലിയൊരു പണിയാണ്. ഈ ബോൾട്ട് ഒടിഞ്ഞു പോകും. മാനിഫോൾഡിന്റെ ബോൾട്ട് കണ്ടോ കംപ്ലീറ്റ് ദ്രവിച്ചിരിക്കുകയാണ്. മാനിഫോൾഡിന്റെ ബോൾട്ട് ഒടിഞ്ഞിട്ടുണ്ട്. നമുക്ക് മാനിഫോൾഡ് അഴിക്കണം എന്നുണ്ടെങ്കിൽ ഇനി ഈ ബോൾട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഒടിഞ്ഞ കഷ്ണം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഞ്ചിൻ ഇറക്കേണ്ടി വരും. എഞ്ചിൻ ഇറക്കിയിട്ട് വേണം ഇതിനി അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടാ. അപ്പൊ ഈ ബോൾട്ട് എടുക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു പണി മേസറിൽ ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അതായത് കാർബൺ ക്ലീൻ ചെയ്യുമ്പോൾ മാനിഫോൾഡ് അഴിക്കുമ്പോൾ പണി കിട്ടാറുണ്ട്. ഈ മാനിഫോൾഡ് നമുക്ക് എന്തായാലും അഴിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനിഫോൾഡിനകത്തൊരു കരി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് ചുമ്മാ നമ്മളൊന്ന് കൈയിട്ടിങ്ങനെ എടുക്കുമ്പോൾ നല്ല രീതിക്കാണ് കരി. കണ്ടോ, കട്ട കരിയാണ്. കണ്ടോ, നല്ല കട്ട കരിയാണ്. കണ്ടോ, ഇത് അഴിച്ച് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വണ്ടിക്ക് ഒരു സുഖം ഉണ്ടാവില്ല. നമ്മളിനി മൊത്തം ഇത് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല ഫ്രഷ് ആയിരിക്കും ഓടിക്കാനായിട്ടാ. അതുപോലെ ഈ ജെയർ സാധനമൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇനി എഞ്ചിൻ ഇറക്കി ബാക്കി എല്ലാ സാധനവും അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്കയാവൂട്ടാ. ഓയിലും മാറി എയർ ഫിൽറ്ററൊക്കെ മാറി കഴിഞ്ഞാൽ സംഭവം അടിപൊളിയാവൂട്ടാ. അപ്പൊ ഇതാണ് ഇന്നത്തെ വർക്ക്. അപ്പൊ നമ്മൾ കാർബൺ ക്ലീനിങ് നമുക്ക് കെമിക്കലും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ മാനുവലി അഴിച്ചെടുത്തിട്ട് പുറത്തിട്ട് ഡീസലിട്ട് കഴുകി പെട്രോളിട്ട് കഴുകി ഉണക്കിയെടുത്താലാണ് നമുക്കിത് പക്കയാവുള്ളൂട്ടാ. ശരിക്കും നമ്മൾ 30,000 കിലോമീറ്റർ കൂടുമ്പോൾ ഈജിയർ അയച്ച് ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്ത വണ്ടികൾക്കാണ് ഇങ്ങനെ കൂടുതൽ ഈ പണി കിട്ടുന്നത്. അപ്പൊ 1,00,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും 1,00,000 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ അയച്ച് ക്ലീൻ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും. അപ്പൊ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ 1,00,000 ആയിട്ടും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പണിയൊക്കെ കിട്ടും കേട്ടോ.